ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 7 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 12 കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിതൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചതിന് ശേഷം പാനിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇത് മാറി. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 5-6 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നമ്മളിതിനകത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു അടപ്പുണ്ട്, ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് 15 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ അടപ്പ് മാറ്റിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി നമുക്ക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അത് കയ്യിലിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ചിക്കൻ കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയോടെ വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.